ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? കുട്ടീസ് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാട്ട. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്താൽ മതിയിട്ട. ഒരുപാട് ലൂസായി പോവേണ്ട മാവ്. നമുക്കിത് പരത്താനുള്ളതാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഒരു മിക്സ് റെഡിയാക്കണം. അതുവരെ ഇത് മാറ്റി വെച്ചാൽ മതി. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാലയ്ക്ക് വേറെ നാരങ്ങ നീരുണ്ടെങ്കിൽ അതും ചേർക്കാം. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. മാവ് കുഴച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് ചേർത്താൽ മതി. 1 സവാള, കുറച്ച് വേപ്പില, ചെറിയ കഷ്ണം പച്ചമുളക്, ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടില്ല കേട്ടാ, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇത് മാറ്റി വയ്ക്കാം. മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് ഇനി നമുക്ക് 2 ബോളാക്കാം. ഇത്ര വലിപ്പം വരൂട്ട ഒരു ബോള്. നമുക്കിത് പരത്തിയെടുക്കാം. കല്ലിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുക. ബോളിലും കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ഈ ചപ്പാത്തിയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവാൻ രീതിയിൽ. ഇത് ആവി കയറ്റാനാണ് നമ്മൾ പോണത്. ആവി കയറ്റി ഫ്രിഡ്ജിൽ തലേ ദിവസം തന്നെ എടുത്ത് വെച്ചാൽ മതി. പിറ്റേ ദിവസം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് നല്ല ടൈറ്റായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യട്ടെ. അപ്പോൾ ഒന്ന് ഫ്ലാറ്റായി കിട്ടും നമുക്ക്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുക. ഫസ്റ്റ് 2 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക, അല്ല ഇത് 2 പീസായിട്ട് കട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് ഈ സൈഡ് ഒന്ന് റെഡിയാക്കി കൊടുത്തോളൂ കേട്ടോ. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയാണ്. എല്ലാറ്റിൻ്റെയും സൈഡ് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്തിലാണോ സ്റ്റീം ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീമറിൽ ഒരു ഇല വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അടുത്ത റോളും നമുക്ക് പരത്തി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ മുകളിൽ ഒരു ഇല പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആവാറായിട്ടാ നമുക്ക് തുറക്കാം. ടൈം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒട്ടും, തണുത്ത് കഴിയുമ്പോൾ ഇത് ഒട്ടില്ല. സ്നാക്ക് കുറേശ്ശെ തണുത്ത് തുടങ്ങിയിട്ടാ നമുക്കൊരു മിക്സ് റെഡിയാക്കാം. ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില. ഇതെല്ലാം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുത്തു. ഇനി സ്നാക്ക് ഇതിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ് ഫ്രൈയും ചെയ്യാം കേട്ടോ. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുറവ് ഓയിൽ ചേർക്കാം. ബട്ടർ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇനി ഓരോന്നും മുട്ടയിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ഭാഗം ആകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മറച്ചിടാം. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ടത് റെഡി ആയിട്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. മുട്ടയിൽ നമ്മൾ മുക്കിപ്പോൾ വയ്ക്കുമ്പോൾ ഒരുപാട് നേരം ഒന്നും നിങ്ങൾ കുക്ക് ചെയ്യണ്ട കേട്ടോ. ഓൾറെഡി നമ്മളെല്ലാം റെഡിയാക്കി എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് കളർ മാറി മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് മുട്ടയിൽ മുക്കിപ്പോയിക്കാം. ഞാൻ ഈ എണ്ണ ഒന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.